ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. എന്താണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം? നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്താണെന്നുള്ളത്, അതായത് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഒരു ഇൻസെന്റീവ് ആർക്ക് കൊടുക്കും? കമ്പനീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മളെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. സോ അങ്ങനെ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഒരു ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. 2020 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോവിഡിനൊക്കെ ശേഷം. സോ ഫസ്റ്റ് ഏർലിയർ സ്റ്റേജിൽ നമുക്കൊരു മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഒരു സിംഹത്തിന്റെ പടമൊക്കെ വെച്ചിട്ട് എല്ലാ സൈറ്റുകളും, എല്ലാ ഗവൺമെന്റ് വെബ്സൈറ്റുകളും നോക്കി കഴിഞ്ഞാൽ, നിങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ, ഒരു സിംഹത്തിന്റെ പടമൊക്കെ ഉണ്ടാവും. ദെൻ അതിനുശേഷം മറ്റൊരു ഗംഭീര ഇനീഷ്യേറ്റീവ് തന്നെയാണ്, ഒരു കീ ഇനീഷ്യേറ്റീവ് തന്നെയായിരുന്നു ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, സോ ഡിഫറെന്റ് സെക്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം ഇവിടുത്തെ മാനുഫാക്ചേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന്റെ ഉദ്ദേശം. നമ്മൾ ഈ വർഷം മറ്റേ എംപ്ലോയ്മെന്റ് ഇൻസെന്റീവ് സ്കീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതായത് പുതുതായിട്ട് ജോലിക്ക് കയറുന്ന 15,000 രൂപ വെച്ചിട്ട് പുതുതായിട്ട് ജോലിക്ക് കയറുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്കീം, എംപ്ലോയറിനും എംപ്ലോയിക്കും. അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സിന്റെ മാനുഫാക്ചറിങ്, ഉൽപാദനം, അതുവഴി എംപ്ലോയ്മെന്റ്, ദെൻ അത് അലൈഡ് സർവീസസുകൾ വളരുക, ഇതിനെല്ലാം ഉതകുന്ന രീതിയിലാണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ 2020 മുതലാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. മേജർലി ഒരു 14 സെക്ടറുകളിലാണ് ഈ ഒരു പ്രൊജക്ട് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ 16 സെക്ടർ ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് മൊബൈൽസ്, ഓട്ടോമേറ്റീവ്, ട്രാൻസ്പോർട്ട്, ഹെൽത്ത്, ഫാർമ. സോ പ്രൊഡക്ഷൻ, പെർട്ടിക്കുലർലി മാനുഫാക്ചറിംഗ് മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം പ്രധാനമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എയിം എന്തായിരുന്നു ഈ ഒരു പ്രൊജക്ടിന്റെ? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ട് നമുക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രൊജക്ടിന്റെ ഉദ്ദേശം, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ് മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാല്യൂ അഡീഷനും അസംബ്ലിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചിപ്പ് ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഉരുളക്കിഴങ്ങ് കൃഷിയെ എങ്ങനെ വാല്യൂ ആഡ് ചെയ്യും? നിങ്ങൾ നേരിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചിലപ്പോൾ 10 രൂപയായിരിക്കും ഒരു കിലോയ്ക്ക് കിട്ടുക. പക്ഷേ നിങ്ങൾ ഉരുളക്കിഴങ്ങിനെ പ്രോസസ്സ് ചെയ്ത് അത് ഒരു പാക്കറ്റിലാക്കി, വറുത്ത് ഒരു പാക്കറ്റിലാക്കി നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ, ലെയ്സ് എന്നൊരു പേരിട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരു പാക്കറ്റിന് 10 രൂപ വാങ്ങിക്കും. അതെന്താണ്? ഉരുളക്കിഴങ്ങിനെ വാല്യൂ ആഡ് ചെയ്യുകയാണ്. സോ നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനത്തിനെ നിങ്ങൾ വാല്യൂ അഡിഷൻ ചെയ്യുന്നതും നിങ്ങൾ ഒരു അസംബ്ലി യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് അസംബ്ലി യൂണിറ്റ്? അസംബ്ലി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഐഫോണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. ഐഫോണിന്റെ ഡിഫറെന്റ് പാർട്സ് പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. ഓക്കെ, ഐഫോണിന്റെ ഡിഫറെന്റ് പാർട്സ് പല രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ക്യാമറയുടെ പാർട്ട്, ചിപ്പിന്റെ പാർട്ടുകൾ, സോഫ്റ്റ്വെയർ, അങ്ങനെ ഡിഫറെന്റ് പാർട്ടുകൾ, സ്ക്രീനുകൾ, അങ്ങനെയുള്ള ഡിഫറെന്റ് പാർട്ടുകൾ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യ ഇത് അസംബിൾ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ എന്താ പ്രശ്നം? അപ്പോ കുറച്ചു പേർക്ക് മാത്രമേ തൊഴിൽ കിട്ടത്തുള്ളൂ, അസംബ്ലി മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. എന്നാൽ പ്രൊഡക്ഷൻ കൂടി ഇവിടെ നടന്നു കഴിഞ്ഞാലോ, അതായത് ചിപ്പ് ഉണ്ടാക്കുന്നത് തന്നെ ഇവിടെയാണ്, സ്ക്രീൻ ഉണ്ടാക്കുന്നത് ഇവിടെയാണ്, അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്, അത് അസംബിളും ചെയ്യുന്നത് ഇവിടെയാണ്. സോ ലാസ്റ്റ് ലൈൻ ഓഫ് പ്രൊഡക്ഷൻ മാത്രമല്ല, ഫസ്റ്റ് ലൈൻ ഓഫ് പ്രൊഡക്ഷൻ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യയിലെ കൂടുതൽ പ്രാവർത്തികമാക്കണം. ഓക്കെ, ഇന്ത്യയിലെ കൂടുതൽ പ്രാവർത്തികമാക്കണം. സോ ആ ഒരു പ്രക്രിയ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടില്ല. ഇന്ത്യ ഒരു അസംബ്ലി സ്റ്റേജ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു അസംബ്ലി യൂണിറ്റ് ആയിട്ട് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിലകൊള്ളിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അത് ഇതിന്റെ ഒരു മേജർ പ്രോബ്ലം ആണ്. ദെൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരാനായിട്ടുള്ളത്? അതായത് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. സോ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ? സോ അതിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു മാർക്കറ്റ് കോമ്പീറ്റൻസിയും ഒരു ഹ്യൂജ് ഫാക്ടറാണ്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷവോമി പോലെ അല്ലെങ്കിൽ വേറെ ഏതാണ് അങ്ങനെയുള്ള ചൈനീസ് നിർമ്മിതമായിട്ടുള്ള സ്മാർട്ട് ഫോണുകളോട് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന പ്രൊഡക്ഷനിൽ ക്വാളിറ്റിയുള്ള സ്മാർട്ട് ഫോണുകൾ ഇന്ത്യക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുമോ? അതൊരു പ്രോബ്ലമാണ്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തൊരു കാര്യം 2020 ശേഷം. ദെൻ നമ്മൾ ഒരു എന്താണ് നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം 2.0 എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമ്മളുടെ വിഷനിലുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടാണ് പുതുതായിട്ട് എന്ത് ചെയ്തത് നമ്മൾ പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെന്റീവ് സ്കീമിന്റെ രജിസ്ട്രേഷനുകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. പെർട്ടിക്കുലർലി AC അങ്ങനെ വൈറ്റ് ഗുഡ്സ് കാറ്റഗറിയിൽ വരുന്ന, എന്താണ് ഈ വൈറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർലി ACs, ദെൻ എന്താണ് ഇലക്ട്രോണിക് ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഈ വൈറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. സോ ആ കാറ്റഗറിയിലുള്ള ഗുഡ്സിന് വേണ്ടിയിട്ടാണ് കറന്റ് നമ്മളുടെ ഈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത്. സോ എന്താണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, അതിന്റെ പ്രോബ്ലം എന്താണ് എന്നൊന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, then we can move to the second news. Second news is related to Era Matti Dibalu. പലരും പ്രിലിംസ് എക്സാമിനേഷനുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലരെല്ലാം കേട്ടിരിക്കുന്ന ഒരു വേർഡാണ് ഈ ഏറ മട്ടി ദിബലു എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ഏറ മട്ടി ദിബലു? നിങ്ങൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഇതൊരു നോർത്ത് ഇന്ത്യൻ പ്രതിഭാസമല്ല, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പേരല്ല, ഇതൊരു സൗത്ത് ഇന്ത്യൻ പേരാണ് ഏറ മട്ടി ദിബലു. പെർട്ടിക്കുലർലി ഇത് ആന്ധ്രാപ്രദേശിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു മൺകൂനകളെ വിളിക്കുന്ന പേരാണ്. എന്താണ് ഈ മൺകൂനകൾ? നമ്മുടെ നാട്ടിൽ മൺകൂനയില്ലേ, ഇതിനെന്താണ് ഇത്ര പ്രത്യേകതയുള്ള ഒരു മൺകൂനയാവുന്നത്? ഇത് പെർട്ടിക്കുലർലി ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. നോർമലി തീരപ്രദേശങ്ങളിൽ കണ്ടുവരാത്ത ഒരു തരം മണലാണ് എവിടെയുള്ളത്? നമ്മളുടെ ഈ ആന്ധ്രാപ്രദേശിന്റെ കോസ്റ്റൽ ലൈനിൽ പെർട്ടിക്കുലർലി ഈ ഏറ മത്തി ദിബളു എന്ന് പറയുന്ന റെഡ് സാൻഡുകൾ കാണുന്നത്. ഓക്കെ, റെഡ് സാൻഡുകൾ കാണുന്നത്. റെഡ് സാൻഡ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർലി എന്തായിരിക്കണം അതിന്റെ ഉണ്ടായിരിക്കുന്ന കമ്പോണന്റ്? റെഡ് സാൻഡ് എന്ന് പറയുമ്പോൾ അയേണിന്റെ ഒരു കമ്പോണന്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഏറ മട്ടി ദിബളു എന്ന് പറയുമ്പോൾ നോർമലി നമ്മളുടെ ആന്ധ്രാപ്രദേശ് റീജിയനിൽ കാണുന്ന അല്ലെങ്കിൽ കോസ്റ്റൽ ലൈനുകളിൽ തീരത്ത് കാണുന്ന ഒരു പ്രതിഭാസമല്ല, മറിച്ച് മറ്റൊരു റെഡ് സാൻഡ് തീരങ്ങളിൽ കാണുകയാണ്. ഇത് പ്രാചീനമായിട്ട് 12,000 വർഷം മുൻപുള്ള ലാൻഡ് ഡെപ്പോസിറ്റുകൾ, അതായത് കടലും കരയും കൂടിച്ചേർന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം മൂലം ക്രിയേറ്റ് ചെയ്യപ്പെട്ട മണ്ണാണ്, അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സോ ഹിസ്റ്റോറിക്കലി വേൾഡില് ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം കാണുന്നത് ഈ ഒരു പ്രദേശങ്ങളിൽ മാത്രമാണ്. ഓക്കെ, പെർട്ടിക്കുലർലി നമ്മളുടെ ആന്ധ്രാപ്രദേശ് റീജിയനിലാണ്. അതുകൊണ്ടാണ് ഈ ഏറ മെട്ടി ദിബളു എന്ന് പറയുന്ന സാധനം ഇന്ത്യയില് അല്ലെങ്കിൽ വേൾഡില് ഇമ്പോർട്ടന്റ് ആയിട്ട് നിലനിൽക്കുന്നത്. മനസ്സിലായോ? സോ എവിടെയാണത്? ആന്ധ്രാപ്രദേശിലാണ് ഇത് നിലകൊള്ളുന്നത്. റെഡ് സാൻഡുകളാണ് എന്താണ് നമ്മളുടെ കരയും കടലും ചേർന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പ്രതിഭാസം കാരണം രൂപപ്പെട്ട മണലാകാനാണ് സാധ്യത എന്നാണ് ജിയോളജിസ്റ്റുകൾ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്താണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? ഇത് ഈ ഏറ മട്ടി ദിബളു എന്തിലേക്ക്? യുണൈറ്റഡ് നേഷൻസിന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ, നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റുകളുടെ കൂട്ടത്തിലേക്ക് ടെനേറ്റീവ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ ടെനേറ്റീവ് ലിസ്റ്റ്? ഒറിജിനൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഭാവിയിൽ ആഡാക്കാനായിട്ടുള്ള ലിസ്റ്റുകളെയാണ് ടെനേറ്റീവ് ലിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. സോ യുണൈറ്റഡ് നേഷന്റെ നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റുകൾ ഇന്ത്യയിൽ എത്രണ്ണം ഉണ്ട്? നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ മുന്നേ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റിനെ കുറിച്ചിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. കാസിരംഗ നാഷണൽ പാർക്ക് ഓർക്കുന്നുണ്ടോ? കാസിരംഗ നാഷണൽ പാർക്ക്. സോ അങ്ങനെ ഡിഫറെന്റ് നാഷണൽ പാർക്കുകൾ പ്രത്യേകമായിട്ട് പ്രകൃതിയുടെ ഒരു നാച്ചുറൽ വണ്ടർ ആയിട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ പിടിച്ചിട്ട് ഈ യുനെസ്കോയുടെ നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റുകളിലേക്ക് നമ്മൾ പിടിച്ചിടും. ഓക്കെ, ദെൻ മോണുമെന്റ്സിനെ നമ്മൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. ദെൻ കൾച്ചറിനെ പെർട്ടിക്കുലർലി വേൾഡ് ഹെറിറ്റേജുകളായിട്ട് ആഡ് ചെയ്യും. ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയും. അങ്ങനെ 3 തരത്തിലുണ്ട്. നാച്ചുറൽ ഹെറിറ്റേജ്, ദെൻ വേറെ എന്താണ് മോണുമെന്റ്സിന് വേണ്ടിയിട്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഉണ്ട്. നമ്മളുടെ
ഗംഗൈ കണ്ട ചോളപുരത്തിലെ ചോള ടെമ്പിൾ, ഗ്രേറ്റ് ചോള എംപയേഴ്സിന്റെ ടെമ്പിൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്തിലുണ്ട് അത്, നമ്മളുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഉണ്ട്, മഹാബലിപുരം ഉണ്ട്, നമ്മളുടെ എന്താണ് താജ്മഹൽ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. സോ അങ്ങനെയുള്ളതിനൊക്കെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലിടും. ദെൻ കൾച്ചറൽ ഹെറിറ്റേജ്, കേരളത്തിൽ നിന്ന് മുടിയേറ്റ് എന്ന് പറയുന്ന ഒരു കലാരൂപം കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. കൽബേലിയെ പോലെയുള്ള, അല്ലെങ്കിൽ ഡിഫറെന്റ് മയൂർഭഞ്ച് ഷാവു പോലെയുള്ള എന്താണ് കൾച്ചറൽ കലാരൂപങ്ങളെ കൾച്ചറൽ ഹെറിറ്റേജിൽ പെടും. ദെൻ നാച്ചുറൽ ഹെറിറ്റേജിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നാച്ചുറൽ വണ്ടേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ ഹെറിറ്റേജിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഏഴ് നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റുകൾ ഇന്ത്യയിൽ നിന്നുണ്ട്. കൊയിലാഡിയോ നാഷണൽ പാർക്ക്, രാജസ്ഥാനിലെ കൊയിലാഡിയോ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്ക്, ഓർക്കുന്നുണ്ടോ നമ്മൾ അത് പഠിച്ചത്? അങ്ങനെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, കൊയിലാഡിയോ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്ക്. അതിന്റെ അകത്ത് ഒരു മാൻ ബിൽഡ് ആയിട്ടുള്ള ഒരു ലേക്കും ഈ കൊയിലാഡിയോ നാഷണൽ പാർക്കിന്റെ ഉള്ളിലുണ്ട്. ഓക്കെ. ദെൻ കാസിരംഗ നാഷണൽ പാർക്ക്, ദെൻ ഉത്തരാഖണ്ഡിൽ നിന്നൊരു നാഷണൽ പാർക്ക് ഉണ്ട്. അങ്ങനെ 7ഓളം നാച്ചുറൽ വണ്ടേഴ്സ് നമ്മൾ ഈ നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ 2014 ഈ ഒരു പ്രക്രിയ നാഷണൽ റെക്കഗ്നിഷൻ കിട്ടുന്നത്. 2016 കൂടിയിട്ട് സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇപ്പൊ കറന്റ് നമ്മുടെ യുനെസ്കോയുടെ ടെനേറ്റീവ് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഈ ഏറമറ്റി ഡിബലു എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ. അപ്പോൾ ഏറമറ്റി ഡിബലുവിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. Next article is related to the promotion and the regulation of online gaming bill. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഡിസ്കഷനിലും ഇദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് വലിയ അനാലിസിസുകൾ ഇദ്ദേഹം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ബ്രഷപ്പ് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവുക. ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയൽ എടുത്തു കഴിയുമ്പോൾ അത്ര പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഓപ്പൺ എഡിറ്റോറിയലൊന്നും ഇല്ല. തൊട്ട് മുകളിൽ ഉണ്ടായിരുന്ന ഓപ്പൺ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ഇന്ത്യയുടെ ഒരു സ്ഥാനത്തെ കുറിച്ചിട്ടാണ്. സോ വലിയ ഫാക്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതൊരു ജസ്റ്റ് ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന്റെ ഫോമിലേക്ക് മാറുന്ന ഒരു ആർട്ടിക്കിൾ ആയിട്ട് എനിക്ക് കണ്ടത് കൊണ്ടാണ് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ ചൂസ് ചെയ്യാണ്ടിരുന്നത്. ദെൻ എഡിറ്റോറിയൽ എന്തിനെ പറ്റിയായിരുന്നു? നമ്മളുടെ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഒരു 2.1% ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമ്മളുടെ ലിമിറ്റിൽ തന്നെ നിൽക്കുന്ന കാര്യമായതുകൊണ്ടാണ്. അതിനെ കുറിച്ചിട്ടും എന്താണ് നമ്മളുടെ ന്യൂസുകൾ വലിയ ഇൻഫോർമേഷനുകൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ, ദെൻ വേറെ എന്തൊക്കെ ഇൻഫ്ലേഷനുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെയും ഒരു ഡിസ്കഷന്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ചിലപ്പോൾ മറന്നു പോകാനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല്. ഇന്നലെ ഹൈക്ക് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, നമുക്ക് ഓർക്കുന്നുണ്ടോ? ഹൈക്ക്, ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈക്ക് എന്ന് പറഞ്ഞിട്ട്. സോ 2020 വരെ ഹൈക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ദെൻ അത് അത്ര പ്രവർത്തനങ്ങളൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ഗെയിമിംഗിലേക്ക് കൂടിയിട്ട് ഈ ഹൈക്ക് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം പോയിട്ടുണ്ടായിരുന്നു. ഗെയിമിംഗ് മേഖലയിലേക്ക് അത് ചുവട് മാറ്റി. മെസ്സഞ്ചറും ദെൻ ഫേസ്ബുക്ക് മെസ്സഞ്ചറും വാട്സപ്പും അങ്ങനെ ഇൻസ്റ്റഗ്രാമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ഹൈക്ക് ഓൺലൈൻ ഗെയിമിംഗിലേക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു. ദെൻ ഹൈക്ക് ഇപ്പോൾ കറന്റ് വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. ഹൈക്ക് എന്ന് പറഞ്ഞ കമ്പനി അടച്ചു പൂട്ടിയിരിക്കുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോ നമുക്ക് ഓൺലൈൻ ഗെയിമിങ്ങിന്റെ ട്രെൻഡിനെ കുറിച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് പോകണം. എങ്ങനെയാണ് ഓൺലൈൻ ഗെയിമിന്റെ ട്രെൻഡ് ഇന്ത്യയിൽ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്തെടുത്ത് നമുക്ക് എന്തറിയാം ഓൺലൈൻ ഗെയിമിങ്ങിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്? നമുക്കറിയാം ഇവിടെയുള്ള റെഗുലേഷൻ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ചാൻസ് ബേസ്ഡ് ആണോ സ്കിൽ ബേസ്ഡ് ആണോ ഗെയിം എന്നുള്ളത് നോക്കിക്കൊണ്ടാണ്. എങ്ങനെയാണ് മുന്നേ ഉണ്ടായിരുന്നത്? ഈ രണ്ട് വിശേഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. ചാൻസ് ബേസ്ഡ് ആണോ സ്കിൽ ബേസ്ഡ് ആണോ? വെദർ ഇറ്റ് ഈസ് എ ചാൻസ് ബേസ്ഡ്, ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദ ലോ. എങ്ങനെയാണ്? കേരള ലോട്ടറി എടുക്കുന്നതാണോ അതൊരു ചാൻസ് ആണോ? പ്യുവർ ചാൻസ് ആണെങ്കിൽ അത് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിന്റെ അണ്ടറിൽ? ഗവൺമെന്റിന്റെ നിയമത്തിന്റെ അണ്ടറിൽ. ഗാംബ്ലിംഗ് ആക്ടിന്റെ അണ്ടറിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. 1861 തോന്നുന്നു ഗാംബ്ലിംഗ് ആക്ട് വന്നിരിക്കുന്നത്. ദെൻ
സ്കിൽ ബേസ്ഡ് ആണ്, നിങ്ങളുടെ സ്കിൽ ഉപയോഗിച്ചാണ് നിങ്ങൾ ആ കളി ചെയ്യിക്കുന്നതെങ്കിൽ അതിന് തുടരാം, കുഴപ്പമൊന്നുമില്ല. സോ ഗാംബിളിംഗ് ആക്ട് എങ്ങനെയാ ഡിവൈഡ് ചെയ്തേ? സ്കിൽ ബേസ്ഡ് ആണോ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ചാൻസ് ബേസ്ഡ് ആണോ ഗെയിം എന്നുള്ളത് എന്നാണ്. ദെൻ കറന്റ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഓൺലൈൻ ഗെയിമിംഗ് എങ്ങനെയാണ്? 2 ലക്ഷത്തോളം ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. ദെൻ ഇന്ത്യൻ ഗവൺമെന്റിന് 15,000 കോടിയോളം രൂപ GST വരുമാനത്തിൽ മാത്രം കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ദെൻ ഒരു എമർജിംഗ് സെക്ടറാണ്. കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഏതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു? നമ്മളുടെ ഈ ഗെയിമിംഗ് സെക്ടറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. സോ ഒരു അടച്ചുള്ള ഒരു ബാൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ബാൻ ഇതിനെ ലിമിറ്റ് ചെയ്യില്ല. എന്താ കാരണം ലിമിറ്റ് ചെയ്യാത്തെ? നമ്മൾ കഴിഞ്ഞ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ലിമിറ്റ് ചെയ്യാത്തെ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതിന് ഓഫ് ഷോറുകളിലേക്ക്, അതായത് ഇന്ത്യൻ തീരത്ത് നിന്ന് മാറിയിട്ട് മറ്റുള്ള തീരങ്ങളിലേക്ക് എന്ത് പോകും? നമ്മളുടെ ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ പോകും. ഓഫ് കോഴ്സ് അത് ഇല്ലീഗൽ ആയിട്ട് പ്രവർത്തിക്കും, ഓഫ് ഷോറിൽ പ്രവർത്തിക്കും. ആവശ്യമുള്ളവർ VPN ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് ഈ ഗെയിമുകൾ കളിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ എന്ത് സംഭവിക്കും? ലെജിറ്റിമേറ്റ്ലി ഇന്ത്യൻ ഗവൺമെന്റിന് കിട്ടേണ്ട പൈസ ഇന്ത്യൻ ഗവൺമെന്റിന് കിട്ടാതെ വരും. ദെൻ തൊഴിൽ നഷ്ടം. എന്താണ്? 2 ലക്ഷം ആളുകളുടെ തൊഴിൽ പോവുകയാണ്. ഇപ്പൊ ഹൈക്ക് പൂട്ടിപ്പോയി, എത്ര കമ്പനീസ് പൂട്ടിപ്പോയി, ഡിഫറന്റ് കമ്പനീസ് പൂട്ടിപ്പോയി. ഇവരുടെ എല്ലാം വർക്ക് ചെയ്തിരുന്ന ആളുകൾ, നമ്മൾ ഈ ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾ കയറിയിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ എംപ്ലോയീസിന്റെ അവരുടെ മെമ്മറീസും അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഒരുപാട് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി പോയത്, പെട്ടെന്ന് ഒരു ദിവസം രാവിലെ വന്നിട്ട് ജോലിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത്. അങ്ങനെ ഒരു 2 ലക്ഷത്തോളം പേരെ അഫക്ട് ചെയ്യുന്ന ഒരു തീരുമാനമായിരുന്നു. ദെൻ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ദെൻ സ്റ്റാർട്ടപ്പ്, അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തല്ല, സസ്പെൻസ് ത്രില്ലർ അല്ല. കാരണം എന്താ? നിങ്ങളൊരു സ്റ്റാർട്ടപ്പിന് വളരാനായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരാനായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇടക്കിടക്ക് നിയമങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അമേരിക്കയിലുള്ള ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഇന്ത്യയിൽ ഒരു 2 ബില്യൺ കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവര് വന്ന് ഇവിടെ കെട്ടിടം പണി തുടങ്ങിയപ്പോഴേക്കും ഇന്ത്യക്കാരങ്ങൾ നിയമം മാറ്റി. ഇവന്മാര് പറയില്ല, ഇവന്മാരെന്താണ് പറഞ്ഞിട്ട് വാക്കും പാലിക്കില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വാക്കിന് നിലപാടില്ലാത്തവന്മാരാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊരു ടോക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ വരും. അപ്പൊ അവരിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യോ? ഇല്ല. സോ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ബാൻ അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാണ്ട് ഇന്ന് ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്, ഓഫ് കോഴ്സ് നമ്മളുടെ ആർട്ടിക്കിൾ 19, അതായത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ പറയുന്ന എന്ത്? ബിസിനസ് ചെയ്യാനായിട്ടുള്ള അവകാശം. എനിക്ക് എന്റെ ബിസിനസ് ചെയ്യാനായിട്ടുള്ള അവകാശം. അതിനെ ചോദ്യം ചെയ്യുക കൂടിയിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ബാൻ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ, ഒരു പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിൽ കൂടിയിട്ട് എന്ത് അനലൈസ് ചെയ്യണം? നമ്മൾ ഈ ഒരു കാര്യത്തെ അനലൈസ് ചെയ്യണം. ഓക്കെ, സോ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 19 പറയുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ദെൻ വേറെ എന്തൊക്കെ ഏരിയാസ് ആണ്? നമ്മൾ ഇതിനൊരു അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ സൊല്യൂഷൻ? നമ്മൾ ഫിനാൻഷ്യൽ എക്സ്പ്രസ് പത്രത്തിൽ നിന്നൊരു കോട്ടിംഗ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു ഡിസ്കഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. എന്തായിരുന്നു ആ സൊല്യൂഷൻ? നമ്മൾ ഈ റിസ്ക് ബേസ്ഡ്, ചാൻസ് ബേസ്ഡ് എന്ന് പറയുന്ന ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിവൈഡ് നമ്മൾ അങ്ങനെ നിർത്തുക. എന്നിട്ട് എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ ചാൻസ് ബേസ്ഡും നമ്മളുടെ സ്കിൽ ബേസ്ഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം നിർത്തുക. ദെൻ റിസ്ക് ബേസ്ഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ ഗെയിം അല്ലെങ്കിൽ ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം റിസ്ക് ആണോ അല്ലെങ്കിൽ നോൺ റിസ്ക് ആണോ? അതിന്റെ റിസ്കിനെ നമ്മൾ അനലൈസ് ചെയ്യുക. അല്ലാണ്ട് ചാൻസ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ നമ്മളുടെ സ്കിൽ ബേസ്ഡ് ആണോ എന്നുള്ള ഡെഫിനിഷനൊക്കെ 1760 നിയമങ്ങളിലുള്ളതാണ്. ഇപ്പോ ലോകം 200 വർഷം മുന്നോട്ടേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു 150 വർഷം മുന്നോട്ടേക്ക് വന്നു. സോ നമ്മൾ അതിനെ മാറ്റുക. ദെൻ റിസ്ക് ബേസ്ഡ് ആൻഡ് നോൺ റിസ്ക് ബേസ്ഡ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ റിസ്കിനെ കാറ്റഗറൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ സ്റ്റാർട്ടപ്പുകൾക്ക്, നമ്മൾക്ക് കൺസ്യൂമേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നടത്തണം, എന്നാൽ സ്റ്റാർട്ടപ്പുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ എക്കോണമിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. ഓക്കെ, സോ ആ സൊല്യൂഷൻ കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇത് തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളിലും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹവും ഈ ഒരു
ഓപ്പൺ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന ആളും ഈ ഒരു പ്രോഗ്രാമിനെ, ഏതൊരു പ്രോഗ്രാമിനെ, കംപ്ലീറ്റ് ബാനിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിലും ഒരു കംപ്ലീറ്റ് ബാൻ കൊണ്ട് ഇതിനെ തുടച്ചു നീക്കുവാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ അതിനൊന്നും നമ്മൾ ബ്രഷപ്പ് ചെയ്തെടുത്തല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. ഈ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ DNA ബന്ധപ്പെട്ട്, അല്ലെ, DNA സാമ്പിൾസ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെളിവാണ്. അതൊരു സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല എങ്കിൽ പോലും അതിനെ എന്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ബാക്കിയുള്ള തെളിവുകളെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലേക്ക്. ഒരൊറ്റ DNA സാമ്പിൾ മതി ബാക്കിയുള്ള തെളിവുകളെല്ലാം കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ തെളിവായിട്ട് കോടതി അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, സോ പക്ഷെ ഇത് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മളുടെ DNA സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഇതുവരെ നമ്മൾ പാലിച്ചു പോകുന്നിരുന്നില്ല. പല കേസുകളിലും DNA സാമ്പിൾ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പ്രതികൾക്ക് രക്ഷപ്പെടുവാനായിട്ട് ഇതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഇതുവരെ നമ്മൾ പാലിച്ചു പോകുന്നിട്ടില്ല. സോ ഈ ഒരു കേസിൽ എന്താണ്, കോടതി എടുത്തിട്ടൊന്ന് കൊടഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ, ഞങ്ങള് ഇനി ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കുകയാണ്. നിങ്ങൾ ഒരു DNA സാമ്പിൾസ് കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം കളക്ട് ചെയ്യേണ്ടത്, ആരായിരിക്കണം അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത്, എത്ര ദിവസത്തിനുള്ളിൽ അത് ഫോറൻസിക് ലാബുകളിലേക്ക് എത്തണം, അതിൽ നിന്ന് അവിടെ ആർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാവും, ഇത് എപ്പോഴൊക്കെ ടാമ്പർ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ലിമിറ്റ് ചെയ്യും എന്നുള്ളതെല്ലാം ഗൈഡ് ലൈൻസ് ആയിട്ട് കോടതി പുറപ്പെടുവിക്കുകയാണ്. സോ പെർട്ടിക്കുലർലി നോക്കുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാവുക. ഓക്കെ, കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ്. ഒരു സ്റ്റേറ്റ് ലോ ഇല്ലാത്തിടത്തോളം കാലം നമ്മളുടെ എന്ത് ക്രിയേറ്റ് ചെയ്യും, സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസുകൾ ക്രിയേറ്റ് ചെയ്യും. കോടതി പറഞ്ഞു, നിങ്ങൾ ഇത്ര നാളായിട്ടും വലിയ ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു ഗൈഡ് ലൈൻസ് അങ്ങോട്ട് തരാം. ഓക്കെ, സോ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. നമ്മളുടെ DNA എവിഡൻസുകൾ ടാമ്പർ ചെയ്യപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ DNA എവിഡൻസുകൾ അതിനൊരു ക്വാളിറ്റി എൻഷുർ ചെയ്യപ്പെടാതിരിക്കാൻ വിധി കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ്, കൃത്യമായിട്ടൊരു പ്രൊസീജിയർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2022 മനോജ് വേഴ്സസ് MP എന്ന് പറയുന്ന ഒരു കേസിൽ DNA പ്യുവർ ക്വാളിറ്റി കാരണം അത് എന്ത് ചെയ്തു, യൂസ്ഫുൾ ആകില്ല എന്ന് കോടതി വിധിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെന്റ് ഇൻസ്റ്റൻസസ് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ വന്നിട്ടുണ്ട്. മനോജ് വേഴ്സസ് MP എന്ന് പറയുന്ന കേസൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക പോലും വേണ്ട കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആൻഡ് കളക്ഷൻ. ആദ്യത്തെ കാര്യം, ഡോക്യുമെന്റേഷനും കളക്ഷനും കൃത്യമായിട്ടിരിക്കണം. Every DNA sample must include case detail, FIR information and signature from medical professional, investigating officers and independent witness. അതായത് നിങ്ങൾ ഒരു DNA സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും പോയിട്ട് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒരു DNA സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് വരികയല്ല ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്യണം, DNA സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് മുകളിൽ കളക്ട് ചെയ്ത ഇതിന് മുകളിൽ എന്ത് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറിന്റെയും FIR ഇൻഫോർമേഷൻസും ദെൻ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ പേരും ഒപ്പും ദെൻ വേറെ എന്താണ്, ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് കൂടിയിട്ട് അവിടെ സൈൻ ചെയ്തിരിക്കുന്നു. അതായത് ഞാൻ മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിക്കുക, എന്റെ തലമുടിയിൽ നിന്ന് DNA സാമ്പിൾ കളക്ട് ചെയ്യാലോ, അല്ലെങ്കിൽ ഞാനൊരു ക്രിമിനൽ കുറ്റം ചെയ്തു, എന്റെ തലമുടിയിൽ നിന്ന് DNA സാമ്പിൾ കളക്ട് ചെയ്യാലോ. സോ വേണമെങ്കിൽ പോലീസുകാർക്ക് എന്റെ തലമുടി വെട്ടിയിട്ട്, അതായത് എന്റെ തലമുടി വെട്ടിയിട്ട് ക്രൈം സ്പോട്ടിൽ കൊണ്ടുപോയിടാലോ. അങ്ങനെ സാധിക്കില്ലേ? അപ്പോ കേസ് ടാമ്പർ ചെയ്യാനായിട്ട് ചിലപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനും പോലീസുകാർക്കും സാധിക്കും. പക്ഷേ അത് പാടില്ല. കളക്ട് ചെയ്യുമ്പോൾ തുടങ്ങി ഈ ഗൈഡ് ലൈൻസ് നിങ്ങൾ പാലിച്ചിരിക്കണം. കാരണം കളക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, കേസ് ഫയൽ കൃത്യമായിട്ട് കളക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഉണ്ടായിരിക്കണം, മെഡിക്കൽ പ്രൊഫഷണൽ ഉണ്ടായിരിക്കണം. മെഡിക്കൽ പ്രൊഫഷണലിന്റെ നിർദ്ദേശത്തിലായിരിക്കണം ഇത് കളക്ട് ചെയ്യേണ്ടതും. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും കൃത്യമായിട്ട് സീൽ ചെയ്യുകയും വേണം. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്തിട്ട് അവിടെ കൂട്ടിവെച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കൊണ്ടുപോയാൽ മാത്രം പോരാ. 48 മണിക്കൂറിന് ഉള്ളിൽ ആരിലേക്ക് എത്തിച്ചിരിക്കണം, നമ്മളുടെ ഫോറൻസിക് സയൻസ് ലാബുകളിലേക്ക് ഈ ഒരു DNA സാമ്പിളുകൾ എത്തിച്ചിരിക്കണം. ഈ പോകുന്ന വഴിയിൽ എപ്പോഴെങ്കിലും ടാമ്പർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാറ്റാനായിട്ടോ പിന്നീട് എപ്പോഴെങ്കിലും തുറക്കാനായിട്ടോ പാടുള്ളതല്ല. ദെൻ ട്രയൽ നടക്കുന്നു, അതായത് ഈ ഒരു സാമ്പിൾ വന്നു, ഓക്കെ, ഈ ഒരു സാമ്പിൾ നമ്മൾ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് കൊണ്ടുവന്നു, സാമ്പിൾ അവിടെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം തന്നെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യൂ, നമ്മളുടെ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കൂ.
ഇല്ല. കോടതി നടപടിക്രമങ്ങൾ ചിലപ്പോൾ ഒരു 90 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആരംഭിക്കുന്നത്. ആ സമയങ്ങളിൽ ഈ ഒരു DNA സാമ്പിളിന്റെ ക്വാളിറ്റിയും അതിന്റെ അതോറിറ്റിയും ആരുടെ കയ്യിലായിരിക്കും? സോ ഈ സമയങ്ങളിൽ ഫോറൻസിക് ലാബുകളിൽ ഇടക്കിടക്ക് ഇത് തുറക്കുവാനായിട്ടോ അല്ലെങ്കിൽ സീലുകൾ പൊട്ടിക്കാനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ആരുടെ അനുമതിയില്ലാതെ, ട്രയൽ കോടതിയുടെ അനുമതിയില്ലാതെ ഇതൊന്നും തുറക്കുവാനായിട്ടോ അല്ലെങ്കിൽ സീലുകൾ മാറ്റാനായിട്ടോ അതിലുള്ള എന്താണ് സ്റ്റിക്കറുകൾ പോലും പൊളിക്കാനായിട്ടുള്ള അനുമതിയില്ല. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ചെയിൻ ഓഫ് കസ്റ്റഡി രജിസ്റ്റർ. ആരൊക്കെയാണ് ഇത് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു ചെയിൻ ഓഫ് പ്രോസസ്സിൽ ആരൊക്കെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിരിക്കാനായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെ അക്കൗണ്ടബിൾ ആയിട്ടിരിക്കാനായിട്ടുമുള്ള ഗൈഡ് ലൈൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? അതായത് നമ്മളുടെ എവിഡൻസിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക, അതുവഴി നമ്മളുടെ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടാൻ പറ്റുന്ന കാര്യം. ഓക്കെ, സോ നമ്മൾ പോലീസ് റിഫോമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ GS പേപ്പർ 2-ലൊക്കെ മെയിൻസ് ആൻസർ റൈറ്റുകളൊക്കെ വരുമ്പോൾ ഈ ഗൈഡ് ലൈൻസ്, ഏത് ഗൈഡ് ലൈൻസ്, നമ്മളുടെ കേസ് ഏതാണ്, കാട്ടവെള്ളൈ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന് പറയുന്ന ഈ കേസിലുള്ള സജഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പോലീസ് സയന്റിഫിക്കലി കേസ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിറ്റിസിസത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് കാട്ടവെള്ളൈ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന് പറയുന്ന കേസിലെ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് ഇത് മനസ്സിലായല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഈ എവിഡൻസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നമ്മളുടെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സോ ഓക്കെ ആണോ? സോ ഇതൊരു DNA എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആണോ? ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി പ്രഥമ ദൃഷ്ടിയ തെളിയിക്കണമെങ്കിൽ അതിനുപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ആദ്യം കോടതി പ്രഥമ പരിഗണനയിൽ എടുക്കുന്ന തെളിവുകളെയാണ് ഈ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ DNA എന്ന് പറയുന്നത് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല. പക്ഷേ ബാക്കിയുള്ള എവിഡൻസുകളെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട്, ഓക്കെ, സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഒപ്പീനിയൻ എവിഡൻസ്. ഒപ്പീനിയൻ എവിഡൻസ് ആണ്, അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല. സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടി, അതായത് കോടതി നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന പ്രഥമ ദൃഷ്ടിയുള്ള എവിഡൻസിനെയാണ് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു എവിഡൻസ് അല്ല, ഒപ്പീനിയൻ എവിഡൻസ് ആണ്. ബാക്കിയുള്ള ആളുകൾ പല എവിഡൻസുകളും സമർപ്പിക്കുമ്പോൾ ഈ എവിഡൻസുകളെല്ലാം കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു എവിഡൻസ് ആണ്, അല്ലെങ്കിൽ ഒപ്പീനിയൻ എവിഡൻസ് ആണ് നമ്മളുടെ DNA എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ DNA എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി എന്നൊരു അർത്ഥമൊന്നുമില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള DNA എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? പല തെളിവുകളെയും കൗണ്ടർ ചെയ്യാനായിട്ട് പറ്റും. സോ അത് സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോടതിയുടെയും സ്റ്റേറ്റിന്റെയും ഉത്തരവാദിത്തമാണ്. സോ ആ ഒരു ഉത്തരവാദിത്തമാണ് ഈ ഒരു കേസിലൂടെ, ഈ ഒരു ഗൈഡ് ലൈൻസിലൂടെ ആര് തന്നിരിക്കുന്നത്? നമ്മളുടെ സുപ്രീം കോടതി തന്നിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ മനസ്സിലായല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ഡിസ്കഷനിലേക്ക് പോകാം. ഡിസ്കഷൻ അല്ല, ഇതൊരു ന്യൂസ് ആണ്. PM ഇനാഗുറേറ്റ് ഇന്ത്യസ് ഫസ്റ്റ് ബാംബു ബേസ്ഡ് എഥനോൾ പ്ലാന്റ്. അതായത് ബാംബു ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഥനോൾ പ്ലാന്റ് എവിടെ? ആസാമില്. ആസാമില് നമ്മളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. സോ എഥനോൾ ബേസ്ഡ് പ്ലാന്റ്, ചിലപ്പോൾ SSC പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ എഥനോൾ ബേസ്ഡ് പ്ലാന്റ് നമ്മൾ ബാംബു ബേസ് ചെയ്തുകൊണ്ട്, എങ്ങനെയാണ് എഥനോൾ ബിൽഡ് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഷുഗർ കെയിനിൽ നിന്ന്, അല്ലെങ്കിൽ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള അരിയിൽ നിന്ന്, ബ്രോക്കൺ റൈസ്, വീറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ എഥനോൾ ബിൽഡ് ചെയ്യുന്നത്. ഇതുപോലെ ബാംബുവിൽ നിന്ന് എഥനോൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള, ബാംബു ബേസ്ഡ് ആയിട്ടുള്ള എഥനോൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാന്റ് അസമിൽ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നു. അതിന്റെ ഒരു എന്താണ്, ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നതിന്റെ ഒരു വാർത്ത. ഇവിടെ നമ്മൾ എന്താ നോക്കേണ്ടത്? ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യണം. ഏത് വർഷമാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്?
1945 എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണോ പല എക്സാമുകൾക്കും. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്ക് ആണോ? ബ്രസൽസ് ആണോ? ജർമ്മനി ആണോ? എവിടെയാണ്? റോം ആണ്, ഇറ്റലിയിലാണ്. മറന്നു പോകരുത്, റോം ആണ് അല്ലെങ്കിൽ ഇറ്റലിയിലാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അടുത്ത് രൂപപ്പെട്ട സംഘടനയാണോ? അല്ല. 1945 യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഘടനയാണ് നമ്മുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊന്നും, ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷനുകളൊന്നും, ഒരുപാട് ഇൻഫോർമേഷൻ എടുക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും, സ്വാഭാവികമാണ്. സോ ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുമ്പോൾ ഇത് എന്നാണ് ഒന്ന് നിങ്ങൾ ഓർക്കണം. എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ബേസിക് ഇൻഫോർമേഷനുകൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോകണം. ഓക്കെ, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ മറന്നു പോകും. നമ്മൾ അറിയാവുന്ന ഉത്തരങ്ങൾ തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവുക. ഓക്കെ, സോ അതിനുള്ള ഒരു അവസരം നിങ്ങൾ വരുത്തരുത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിവൈസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ.